പ്രിയപ്പെട്ടവരെയും നോക്കൂ, ഈ 2 ദിവസം കൊണ്ട് എന്തൊക്കെയാണ് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം ഞാൻ മാറി നിന്നപ്പോഴേക്ക് ഇൻബോക്സ് ഇങ്ങനെ നിറയാണ്. ബൈച്ചേട്ടാ, ഇതാ അഖിൽമാരായുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്താ ചെയ്യാത്തെ? ബൈച്ചേട്ടാ, നിങ്ങൾ എന്താ ഇത് പ്രതികരിക്കാത്ത? എവിടെ നോക്കിയാലും അഖിൽമാരാർമയം. നിങ്ങൾ ഇനി എന്ത് അഖിൽമാരാർക്ക് പണി കൊടുക്കണമെന്ന് പറഞ്ഞാലും ഞാൻ അഖിൽമാരാരുടെ കൂടെയാണ്. അഖിൽമാരാർ പറഞ്ഞതാണ് ഏറ്റവും വലിയ സത്യം. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇതാണോ നിങ്ങൾ വലിയ അഖിൽമാരെ കുറ്റം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വളരെ നിസാരമായി എൻജോയ് ചെയ്തിട്ടാണ് ആൾക്കാർ പ്രസവിച്ചിട്ടുള്ളത് പണ്ട്. അതിനെയാണ് സുഖപ്രസവം എന്ന് പറയുന്നത്, അല്ലേ മാരാറെ? ഞാൻ എന്നിട്ട് സംശയം കൊണ്ട് ഞാൻ എൻ്റെ അമ്മമ്മയെ വിളിച്ച് ചോദിച്ചു, അമ്മമ്മേ ഇങ്ങനെയാണോ പണ്ടെല്ലാവരും? അപ്പം എന്നോട് അമ്മമ്മ പറഞ്ഞെന്നറിയോ, പണ്ട് അങ്ങനെ തന്നെയാടാ, അപ്പിയൊക്കെ ഇടുന്ന വേണം പ്രസവം. വളരെ എൻജോയ് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ പ്രസവം വരുമ്പം എനിക്ക് പ്രസവ വേദന വരുന്നുണ്ട് കേട്ടോ, പ്രസവിച്ചു പെട്ടെന്ന് പോയിട്ട് ഒലക്ക എടുത്തിട്ട് കുറെ കഴിയുമ്പോൾ വീണ്ടും പ്രസവം വരും. അപ്പം തൊട്ടടുത്തുള്ള എനിക്ക് എന്തോ ഒരു വേദന വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഒലക്ക അവിടെ മാറ്റി വെക്കും. എന്നിട്ട് വീണ്ടും പോയിട്ട് പ്രസവിക്കും. എന്നിട്ട് രണ്ടാമത് വന്നിട്ട് ഇങ്ങനെ ഒലക്കൊണ്ട് കുത്തും പോലും. സത്യം, എൻ്റെ അമ്മമ്മ അതുപോലെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ മാരാറെ? സത്യമല്ലേ? ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാം. പിന്നെ അഖിൽമാരാറെ, ഒരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ അമ്മ പ്രസവിക്കുന്നത് നീ കണ്ടിട്ടില്ല, നിന്റെ കെട്ടിയോളെ പ്രസവിക്കുന്നതും നീ കണ്ടിട്ടില്ല. നിനക്ക് ഈ പ്രസവ വേദന നീയും ഞാനും ഒക്കെ കേട്ട് മാത്രമേ അറിവുള്ളൂ. ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ലേബർ റൂമിൽ അല്ലെങ്കിൽ ഷൂട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ ഭർത്താവിന് കൂടി ഭാര്യ പ്രസവിക്കുന്നത് നമുക്ക് തത്സമയം കാണാൻ വേണ്ടി പറ്റും. അഖിൽരാജ് കോട്ടത്തലെ, നീ എപ്പോഴെങ്കിലും സമയം കിട്ടുമോ നിന്റെ കെട്ടിയോളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കണം, ശരിക്കും പ്രസവം സുഖപ്രസവം ആയിരുന്നു മോളെ എന്ന് ചോദിക്കണം. അപ്പൊ അവൾ എന്താ പറയുന്നതെന്ന് അറിയോ? പേരില് മാത്രമേ ഉള്ളൂ അഖിൽ ചേട്ടാ ഈ സുഖം, ബാക്കിയൊക്കെ വേദനയാക്കില്ലേട്ടാ. അല്ല അഖിലേ, നീ ഈ ലേബർ റൂമിന്റെ മുമ്പിലൊന്നും ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ നഖവും കടിച്ചൊന്നും നിന്നിട്ടില്ല അല്ലേ? എങ്ങനെ ഭാര്യ പ്രസവിക്കാൻ നേരം നീ അരിയും ഒലക്കയും ഒരലൊക്കെ തപ്പി പോയിട്ടുണ്ടാവും. അതോ നീ തന്നേ ദിവസം കളിക്കാൻ പോയോ? അല്ല, ഇത് പറയാൻ കാരണം നിന്റെ സ്വഭാവം ആയതുകൊണ്ട്. നീ പബ്ലിക്കിൽ നിന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയിട്ട് ആൾക്കാരുടെ മുമ്പിൽ സ്വീപ്പാക്കുന്ന ഒരു സ്വഭാവക്കാരനല്ലേ. അതുകൊണ്ട് ചിലപ്പോ നീ നിന്റെ ഭാര്യയെ കൊണ്ട് നെല്ല് കുത്തിക്കാനും മതി. ഒരു സുഖപ്രസവക്കാര് വന്നേക്കുന്ന എൻജോയ്മെന്റ് പോലും പ്രസവം, പിന്നെ അപ്പിയിടുന്ന പോലല്ലേ പ്രസവം. ഒന്ന് പോടാ അവിടുന്ന്.